നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭക്തിയുടെ നിറവിൽ പൊങ്കാല. ചക്കുളത്തുകാവിൽ പൊങ്കാല അർപ്പിക്കാനെത്തിയത് ലക്ഷക്കണക്കിന് ഭക്തർ. ചേർത്തല AS കനാൽ പുനരുദ്ധാരണത്തെക്കുറിച്ച് പഠിക്കാൻ ജർമ്മനിയിൽ നിന്നും വിദ്യാർത്ഥി സംഘമെത്തി. 20ഓളം വിദ്യാർത്ഥികളാണ് എത്തിയത്. വൃദ്ധജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പുതിയ പദ്ധതിയുമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. തുടർബാല്യം പദ്ധതി നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. ഭക്തിയുടെ നിറവിൽ ചക്കുളത്തുകാവ് പൊങ്കാല. പൊങ്കാല അർപ്പിക്കാനെത്തിയത് ലക്ഷക്കണക്കിന് ഭക്തർ. രാവിലെ നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിളിച്ചുചൊല്ലി പ്രാർത്ഥന എന്നിവ നടന്നു. തുടർന്ന് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്ന് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. 500-ലധികം വേദപണ്ഡിതന്മാർ ദേവിയെ 51 ജീവതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നീതിച്ചു. പൊങ്കാല നീതിത്തിന് ശേഷം ദിവ്യ അഭിഷേകം, തുടർന്ന് ഉച്ചദീപാരാധന നടന്നു. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാനെത്തിയത്. ചേർത്തല നഗരസഭയുടെ ഇത്തവണത്തെ പുതുവത്സര ആഘോഷം കനാൽ തീരത്ത് നടക്കും. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഏകദേശം 5 ലക്ഷം രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. പ്രചരണത്തിന് വേണ്ടി 1 ലക്ഷം, കലാപരിപാടികൾക്ക് വേണ്ടി 2 ലക്ഷം, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷന് വേണ്ടി 1.5 ലക്ഷം, അതിനകത്ത് ദീപാലങ്കാരം ഉൾപ്പെടുന്നു, ഭക്ഷണം മറ്റു ചിലവുകളടക്കം 1.5 ലക്ഷം രൂപ, അങ്ങനെ ആകെ 5 ലക്ഷം. നഗരസഭയുടെ സേവ് AS കനാൽ പദ്ധതിയുടെ ഭാഗമായാണ് ഡിസംബർ 30-31 തീയതികളിൽ TB കനാലിനോട് ചേർന്ന് പുതുവത്സര ആഘോഷത്തിനായി കനാൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. 2 ദിനങ്ങളിലായി നൃത്തനൃത്യങ്ങൾ, ഗാനമേള, ഫുഡ് ഫെസ്റ്റ്, കനാലിലൂടെ ഉള്ള ജലയാത്ര, വിവിധ കലാമത്സരങ്ങൾ എന്നിവ നടക്കും. കനാൽ ഫെസ്റ്റിന്റെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. നഗരസഭാ ഹാളിൽ കൂടിയ സംഘാടക സമിതി യോഗം ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ TS അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ AS സാബു പരിപാടി അവതരിപ്പിച്ചു. നഗരസഭാ സെക്രട്ടറി TK സുജിത്ത് സ്വാഗതവും സംഘാടക സമിതി കൺവീനർ P ഷാജി മോഹൻ നന്ദിയും പറഞ്ഞു. ചേർത്തല നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ESI ആനുകൂല്യങ്ങൾ നൽകി. ESI കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. ഇതുവഴി ഹരിതകർമ്മസേന അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഏത് അസുഖത്തിനും പണരഹിത സൗജന്യ ചികിത്സയും അപകട ഇൻഷുറൻസും ഉറപ്പായി. അംഗങ്ങൾക്കുള്ള ESI കാർഡ് വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. കഴിഞ്ഞ മാസം നമ്മൾക്കത് പറ്റത്തില്ല. നിങ്ങളൊന്ന് ഒത്തുപിടിച്ചുകൊണ്ട് അത് 100% നമ്മൾക്ക് ഓരോ വീടുകളും നിങ്ങൾ അതിന് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ജോലിക്കാരെ വിളിക്കാം, കൗൺസിലേഴ്സിനെ വിളിക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ CDS ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ നമ്മുടെ വാർഡിലുണ്ട്, അവരെ വിളിക്കാം. തീർച്ചയായിട്ടും എല്ലാവരുടേതായിട്ടുള്ള ഒരു സഹായ സഹകരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ എന്തോരം പ്ലാസ്റ്റിക്കുകളാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അപ്പം ഇതൊന്നും എടുക്കാതിരുന്നതായിട്ടുള്ള ഒരു 2 വർഷത്തിന് മുമ്പുള്ള കഥ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പൊ അത്രയും പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ശേഖരിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടും അത് വയ്ക്കാൻ സ്ഥലമില്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ചേർത്തല നഗരസഭ പോകുന്നത്. ഇതുവഴി ഹരിതകർമ്മസേന അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഏത് അസുഖത്തിനും പണരഹിത സൗജന്യ ചികിത്സയും അപകട ഇൻഷുറൻസും ഉറപ്പായി. അംഗങ്ങൾക്കുള്ള ESI കാർഡ് വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. പരിപാടിയിൽ ESI ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസും സംശയ നിവാരണവും ESI കൺസൾട്ടന്റ് VV സണ്ണി നടത്തി. കൂടാതെ ഹാപ്പി ഗോൾഡ് ജ്വല്ലറി സ്പോൺസർ ചെയ്ത ഹരിതകർമ്മസേന യൂസർ ഫീ കാർഡ് വിതരണവും ചെയർപേഴ്സൺ നിർവഹിച്ചു. ചേർത്തലയിലെ AS കനാൽ പുനരുദ്ധാരണ പദ്ധതികളെക്കുറിച്ച് പഠിക്കാൻ ജർമ്മനിയിൽ നിന്നും വിദ്യാർത്ഥികളെത്തി. 20ഓളം വിദ്യാർത്ഥികളാണ് എത്തിയത്. IIT ബോംബെയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മ്യൂണിക്കും സംയുക്തമായി നടത്തുന്ന വിന്റർ സ്കൂൾ 2024ന്റെ ഭാഗമായി ചേർത്തല നഗരസഭയുടെ AS കനാൽ പുനരുദ്ധാരണ പ്രൊജക്ടിനെക്കുറിച്ച് പഠിക്കുന്നതിനും കനാൽ സർവേ നടത്തുന്നതിനുമായി 20ഓളം ജർമ്മൻ വിദ്യാർത്ഥികളാണ് എത്തിയത്. AS കനാൽ ഒബ്സർവേഷൻ സർവേയും ഹൗസ് ഹോൾഡ് സർവേയും സംഘം നടത്തുകയുണ്ടായി. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ചേർത്തല നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംരംഭം, പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാലിന്യങ്ങളുടെ നടപടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും
നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന ചർച്ചയിൽ നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശോഭ ജോഷി, ജി രഞ്ജിത്ത്, എ സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ സമ്മേളനം ഡിസംബർ 15-ന് ചേർത്തല SNDP യൂണിയൻ ഹാളിൽ നടക്കും. കോവിഡിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ റൂട്ടുകളിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ വാഹനങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൊഴിലാളികളെയാണ്. 3000-ന് മേൽ വരുന്ന തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓരോ റൂട്ടിലും അവരുടെ വരുമാനത്തിൻ്റെ പ്രശ്നം വന്നു. അതുതന്നെ റൂട്ടുകളുടെ കുറവ് മൂലം വാഹനങ്ങൾ ഒതുക്കേണ്ടതായി മുതലാളിമാർക്ക് വന്നു. അവിടുത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ സംഘടന വലിയ ശക്തമായ സമര രംഗത്താണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന ഒരു പ്രശ്നം, നേരത്തെ പ്രൈവറ്റ് ബസ്സിൽ 4 തൊഴിലാളികളുണ്ടായിരുന്നു. ഇപ്പോൾ അത് 2ആയി ചുരുങ്ങി എന്നുള്ളൊരു വസ്തുതയാണ്. അവിടെയും തൊഴിൽ പ്രശ്നങ്ങൾ നേരിടുകയാണ്. തൊഴിലാളികൾക്ക് ന്യായമായ കൂലിയോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ആലപ്പുഴയുടെ ജില്ലാ സമ്മേളനമാണ് ചേർത്തലയിൽ നടക്കുന്നത്. നല്ല രീതിയിലുള്ള സംഘാടനം CITU ദേശീയ കൗൺസിൽ അംഗം R നാസർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി MM അനസ് അലി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി MS കറിയ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. നേതാക്കളായ R ഹരിദാസൻ നായർ, CB ചന്ദ്രബാബു, P ഷാജി മോഹൻ, P ഗാനകുമാർ, H സലാം MLA, NR ബാബുരാജ്, അഡ്വക്കേറ്റ് AM ആരിഫ് തുടങ്ങിയവർ പങ്കെടുക്കും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർത്തല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി ദ്രോഹിക്കുന്ന പ്രവണത സർക്കാർ കാണിക്കുന്നത് അന്യായമാണെന്ന് വ്യാപാരികൾ പറയുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജിനെതിരെ ചേർത്തലയിൽ നടത്തിയ പ്രകടനം ജില്ലാ സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമായ ജോസ് കുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഇന്ന് ഭരിക്കുന്ന അധികാരവർഗം, കേരളത്തിലെ ഭരണാധികാരികൾ വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി എല്ലാ വിഭാഗം ജനങ്ങളെയും കഷ്ടപ്പാടിലേക്ക് വരുത്തുകയാണ്. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധത്തിലാകുന്നത് കേരളത്തിലെ വ്യാപാരി വ്യവസായികളെന്ന തിരിച്ചറിവാണ് ഇവിടെ ഇന്ന് വ്യാപാരി വ്യവസായികൾ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വ്യാപാരി വ്യവസായികൾ ഓരോ ദിവസവും ചെല്ലുന്നോറും കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പാടിലേക്ക്, ദുരിതത്തിലേക്ക്, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വലുതി വീഴുന്ന ദയനീയമായ രംഗമാണ് കാണുന്നത്. ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വ്യാപാരി വ്യവസായികൾ ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വ്യാപാരികൾക്ക് ജീവിതത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു ദയനീയമായ രംഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അപ്പോഴാണ് ഇന്ന് അവരെ സഹായിക്കേണ്ട വർഗം, അവരെ സഹായിക്കേണ്ട അധികാരികൾ അവരെ സഹായിക്കാതെ ഒരു കൂനുമേൽ കൂനുന്ന പോലെ ഇരുട്ടടി കൊടുക്കുകയാണ്. വ്യാപാരികൾക്ക് നിലനിൽക്കാൻ രക്ഷയില്ലാതെ വ്യാപാരികൾ അങ്ങോട്ട് നിൽക്കുമ്പോൾ അവരുടെ മേൽ വീണ്ടും വീണ്ടും ഒരു കൊള്ള നടത്തുന്ന അധികാരവർഗത്തെയാണ് ഇന്ന് കാണുന്നത്. നെൽസൺ മാടവന അധ്യക്ഷത വഹിച്ചു. ജിജിമോൻ, PT ജോൺ, ബാബു, ജസ്റ്റിൻ, ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S ശരത്ത് ഉദ്ഘാടനം ചെയ്തു. ആ രാജ്യങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഏറ്റവും സൂക്ഷ്മമായി ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുമ്പോൾ അത് തന്നെയാണ് ഈ രാജ്യം ഇന്ന് നാനാത്വങ്ങൾ ഏകത്വമായി നിൽക്കുമ്പോൾ വൈവിധ്യങ്ങളിൽ ഏകത്വമായി നിൽക്കാൻ നമ്മൾ ആസേത് ഹിമാലയം വന്ന് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ സഞ്ചരിച്ചാൽ
മണിക്കൂറിൽ ഇടവിട്ട് നമുക്ക് വൈവിധ്യങ്ങൾ കാണാൻ കഴിയും. ഒന്നും വേണ്ട, ഇവിടുന്ന് നമ്മൾ തൃശ്ശൂർ എത്തിയാൽ നമ്മുടെ സംസാര ഭാഷ മാറും, കാസർഗോഡ് എത്തിയാൽ നമുക്ക് പറയുന്നത് പോലും മനസ്സിലാവില്ല. അത്ര വൈവിധ്യങ്ങൾ രാജ്യത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള സഞ്ചാര സാഹിത്യകാരന്മാരെല്ലാം എഴുതിയത് ഒരു അത്ഭുതമാണ് രാജ്യമെന്ന്. അത്രയ്ക്ക് വൈവിധ്യങ്ങൾ, ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ, സംസാരിക്കുന്ന ഭാഷയുടെ, കഴിക്കുന്ന ആഹാരത്തിന്റെ, ഇത്രയും വൈചിത്ര്യമുള്ള ഒരു രാജ്യം ഇന്നും ഒരു റിപ്പബ്ലിക്കായി, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ശക്തി, കരുത്ത്, നട്ടൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഭരണഘടന തന്നെയാണ്. ഇന്നിപ്പോൾ 75 വർഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. 1949 നവംബർ 26 ഇത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നു. ഏകദേശം ഒരു വർഷത്തിന് ശേഷം 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന ഇന്ത്യൻ റിപ്പബ്ലിക്കായി ഇന്ത്യയിലേക്ക് നിലവിൽ വരുമ്പോൾ അന്നു മുതൽ ഇന്നു വരെ എടുത്തിട്ടുള്ള ഭരണഘടനയുടെ ഊന്നിനിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ രാജ്യത്തെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണഘടന അല്ലെങ്കിൽ ഈ രാജ്യം എന്നെ ചിഹ്ന ഭിന്നമായി പോകുമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മണ്ഡലം പ്രസിഡന്റ് KJ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. R സലീം, TD രാജൻ, KJ സെലിൻ, MB ത്യാഗരാജൻ, MD ഡൊമിനിക് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുല്ലപ്പെരിയാർ ജീവൻ രക്ഷാ ഉപവാസ സമരത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് നൽകാനായി ഒപ്പുശേഖരണം നടത്തി. ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വൈക്കം പൊളിഞ്ചുവെട്ടിൽ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് മാത്യു സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നിവിടെ കലാപം ഉണ്ടാക്കാമായിരുന്നു. ഇവിടെ പോലീസ് ഞങ്ങളെ തടഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ പറഞ്ഞതാണ്, നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് വൈക്കത്തേക്ക് പോകാം, നമ്മൾ വൈക്കത്തിന്റെ മണ്ണിലേക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ അവരോടൊന്ന് ഞങ്ങൾ പറഞ്ഞു, വേണ്ട, ഒരു കലാപത്തിലേക്ക് പോകാൻ നമ്മൾ തയ്യാറല്ല. ഞങ്ങൾ ചെന്നാൽ ഇന്ന് പരിപാടി ഇതുപോലെ മാന്യമായി നടക്കില്ല. ഞങ്ങൾ തടയും, ഞങ്ങൾ കരിങ്കൊടി കാണിക്കും, ഞങ്ങൾ പ്ലാക്കാർഡുകൾ ഉയർത്തും. പക്ഷേ അതിലേക്ക് ഞങ്ങൾ പോകാതിരുന്നത് ഞങ്ങളുടെ മര്യാദയും ഈ ഇരിക്കുന്ന ആളുകളുടെ മാന്യതയും ഈ സംഘടനയുടെ മഹത്വവുമാണ് എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് സമരമല്ല. KM സുബൈർ അധ്യക്ഷത വഹിച്ചു. 2014 മെയ് 7 സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ പുതിയ ടണൽ നിർമ്മാണത്തെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു. നാളിതുവരെ അത് നടപ്പാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രത്യേക ക്യാമ്പയിനും ഒപ്പുശേഖരണവും നടത്തിയത്. വൃദ്ധജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കഞ്ഞിക്കുഴിയിൽ തുടർബാല്യം പദ്ധതിക്ക് തുടക്കം. നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൃദ്ധജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി SRK ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഗ്രാമങ്ങളിൽ തുടർബാല്യം പദ്ധതി നടപ്പിലാക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പരിധിയിലെ പൊന്നിട്ടശ്ശേരി തുടർബാല്യം യൂണിറ്റ് സിനിമാ താരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എങ്കിലും ആ മനുഷ്യനത് ഈ കഴുകണ്ട കണ്ണ് കണ്ടെത്തും എന്ന് പറയുന്ന പോലെ ഇങ്ങനെ അത് കണ്ടെത്തിയിട്ട് പുള്ളി നേരെ ഞങ്ങളപ്പുറത്ത് ചായക്കട ചായയും ഉണ്ടംപുരി അടിച്ചുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് നേരെ പുള്ളി അതിൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം നോക്കി അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 കുട എടുത്തുകൊണ്ട് വന്ന് കുറേ വെള്ളവും കോരി ഒഴിച്ചിട്ട് അത് നോക്കുമ്പോൾ കഴിക്കാൻ നല്ല വെള്ള വസ്ത്രധാരിയാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കഴിക്കാത്ത 2 കൈ ചാണകവും വാരി കൊണ്ടുവന്ന് അതിൻ്റെ ചുവട്ടിട്ട് ഒഴിച്ചിട്ട് പോയി. ഞാൻ ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്താണ് പറഞ്ഞത്, അതാണ് PP സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് PP സ്വാതന്ത്ര്യം, അത് PP ഈശ്വരൻ എന്നാണ് പുള്ളിക്ക് പേരിടേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു മണ്ണാണ് ഈ പൊന്നിട്ടശ്ശേരി. പൊന്നാക്കി മനുഷ്യനെ മാറ്റുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹരിപ്പാടൊരു വൃദ്ധസദനം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ പകൽ വീട് കൂട്ടായ്മ അവിടെ ഉദ്ഘാടനത്തിന് പോയി. കഴിഞ്ഞ ദിവസം എന്നോട് പറയാണ്, അതിലെ ഒരു നല്ല നരച്ചൊരു ചേട്ടനെ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുണ്ട്. അതിൻ്റെ ഇപ്പുറത്തിരുന്ന് ഇച്ചിരി നരയ്ക്കാത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞുണ്ട്, അവരുടെ കല്യാണം മറ്റന്നാൾ അനുഭവരണം കേട്ടോന്ന്, അവരുടെ കല്യാണമാണ് മറ്റന്നാൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പ്രായമായി എന്ന് നിങ്ങളാരും വിചാരിക്കരുത്, എന്ന് വെച്ചാൽ നിങ്ങളാരും പ്രേമിക്കരുത്. എന്തായാലും പ്രായമായി എന്നൊരു വിചാരം വേണ്ട, സന്തോഷമാവുക, കൂടിച്ചേരുക. ഇതിനോടനുബന്ധിച്ച് നടന്ന നേത്ര പരിശോധനാ ക്യാമ്പ് യൂണിറ്റ് രക്ഷാധികാരി രവി പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. SRK ഗ്രാമസേവാ സമിതി പ്രസിഡന്റ് S. ശിവജി ചാരങ്കാട്ട് അധ്യക്ഷത വഹിച്ചു.
SRK സെക്രട്ടറി VM ശശികുമാർ, സുജാത മോഹൻ, തുടർബാല്യം യൂണിറ്റ് സെക്രട്ടറി ജയദേവൻ ആലിങ്കൽ, പ്രസിഡന്റ് രഘുനാഥൻ വാൽച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തല ഇവർ കോളേജിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം 100 തവണ രക്തം ദാനം ചെയ്ത വ്യക്തിയെ ആദരിക്കുകയും ചെയ്തു. നമ്മുടെ ഇവർ കോളേജ് സോഷ്യൽ സർവീസ് വിങ്ങിൻ്റെ ഭാഗമായി നടത്തിവരുന്ന ക്യാമ്പിൻ്റെ ഒരു ഭാഗമായാണ് ഇന്നും ഈ രക്തദാന ക്യാമ്പിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് ഈ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതിൽ അദ്ദേഹം എപ്പോഴും വളരെയധികം ആർജവം കാണിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന സന്ദർഭങ്ങളും അതുപോലെ തന്നെ ജീവിച്ചു പോകുന്നതിനുള്ള കരുത്തും കിട്ടുന്നത്. 4 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഇവർ കോളേജ് സോഷ്യൽ സർവീസ് വിങ്ങിന്റെ 10ാമത്തെ രക്തദാന ക്യാമ്പ് ജിഷ ആംസ്ട്രോങ്ങിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ചേർത്തല ഗവൺമെന്റ് കോപ്പറേറ്റീവ് കോളേജ് പ്രിൻസിപ്പൽ K. ദീപു ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ 100 തവണ രക്തദാനം ചെയ്ത സാബുവിനെ ആദരിച്ചു. ഇവർ കോളേജ് പ്രിൻസിപ്പൽ K. E. തോമസ് സ്വാഗതവും ഗോപി നന്ദിയും പറഞ്ഞു. ചേർത്തല ദേവീക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ഭക്തിനിർഭരമായി. രാവിലെ നിർമാല്യ ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിൽ പതിവ് പൂജകൾ നടന്നു. കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് പുലർച്ചെ മുതൽ തന്നെ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്തിയുടെ നിറവിൽ പൊങ്കാല. ചക്കുളത്തുകാവിൽ പൊങ്കാല അർപ്പിക്കാനെത്തിയത് ലക്ഷക്കണക്കിന് ഭക്തർ. ചേർത്തല AS കനാൽ പുനരുദ്ധാരണത്തെക്കുറിച്ച് പഠിക്കാൻ ജർമ്മനിയിൽ നിന്നും വിദ്യാർത്ഥി സംഘമെത്തി. 20ഓളം വിദ്യാർത്ഥികളാണ് എത്തിയത്. വൃദ്ധജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പുതിയ പദ്ധതിയുമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. തുടർബാല്യം പദ്ധതി നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.